പത്മയാണ് തന്നെ ചികിത്സിക്കാൻ കൂടെ നിന്നെന്നുള്ള കാര്യം പ്രതാപൻ അറിഞ്ഞ അവൻ പിന്നെ മറ്റൊരാളായി മാറും. പിന്നെ ഇവിടെ ഉണ്ടാവാൻ പോകുന്നതേ ഒരു കൊടുങ്കാറ്റായിരിക്കും. പ്രതാപന് നിന്നോട് പണ്ടുണ്ടായിരുന്ന അകൽച്ചയും ദേഷ്യവും വളരെ വലുതാകും. ഇനി അതല്ല, ഇത് സിസ്റ്റർ പവിത്രയേ അല്ല, അത് പത്മാവതിയാണെന്ന് നീ സ്ഥാപിക്കാൻ നോക്കിയാ ഞാനേ അടുത്ത പ്ലാൻ ഇറക്കും. പവിത്ര ചെയ്ത പുണ്യപ്രവൃത്തി നിന്റെ അമ്മ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ കള്ളക്കളിയാണെന്ന് ഞാനങ്ങ് സ്ഥാപിക്കും. എന്തായാലും ഈ ചതുരംഗ കളിയിൽ ജയിക്കുന്നതേ ഞാൻ തന്നെയായിരിക്കും. ഈ ഞാൻ ഇത് വലിയ പ്രശ്നത്തിലേക്കാണല്ലോ മക്കളെ പോകുന്നത്. അതെ ചെറിയമ്മ, അതന്നെ ഞാനും ആലോചിക്കുന്നു. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? ഋതു, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് പറ്റുന്ന ചില ബുദ്ധിമോശങ്ങള് വലിയ വലിയ കുഴപ്പങ്ങളായി മാറാൻ പാടില്ല. ഇവരുടെ മനസ്സിലേക്ക് തീ കോരിയിടാൻ അവസരം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞ ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ വളരെ റിസ്ക് ഉള്ള ജോലി തന്നെയാണല്ലേ? റിസ്ക് എന്നല്ലല്ലോ സർ അതിനെ പറയേണ്ടത്. ഇതൊരു സേവനമല്ലേ? പുണ്യപ്രവൃത്തി എന്നാ ഇതിന് പറയേണ്ടത്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞ മാലാഖ തന്നെയാ. ഹോം നേഴ്സ് എന്ന് പറഞ്ഞ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കരുതലുള്ള കൂട്ടുകാരി. രോഗിയുടെ മാനസികമായ ആശ്വാസമാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. അല്ല, അതിന് സ്നേഹത്തോടെയുള്ള പരിചരണമാണ് വേണ്ടത്. അല്ല സിസ്റ്റർ, ഇത് സ്വയം തിരഞ്ഞെടുത്ത് തന്നെയാണോ ഈ നഴ്സിംഗ് പ്രൊഫഷനൊക്കെ? സാറ് പൊളിറ്റീഷ്യനായത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? സാറിന്റെ ബ്ലഡിൽ അതാണ് ഉണ്ടായിരുന്നത്, സർവീസ്. മറ്റൊരർത്ഥത്തിൽ എന്റെ ബ്ലഡിലും അത് തന്നെ, സർവീസ്. പത്മയെടുത്തി അവിടുന്ന് പോന്നു എന്നല്ലേ പറഞ്ഞേ? അതെ ചെറിയമ്മേ. ദൈവമേ, ഇനി ഏട്ടത്തിയും കൂടെ വന്ന ആ പത്മ വന്നാലും അംബികാവർമ്മയ്ക്ക് സന്തോഷോ. ഈ ഗെയിം അങ്ങ് കൊഴുക്കും. ഇവരെ ഞാൻ അങ്ങോട്ട് കൊല്ലട്ടെ രാജു. മാടി ഇങ്ങോട്ട് കൊല്ലാൻ. ഋതു, ഒന്ന് അടങ്ങി നിൽക്ക്, ഞാനിപ്പോ വരാം. അത് രണ്ടും കൽപ്പിച്ച് വന്നേക്കാന്ന് കരുതി. ഇതിനൊരു അവസാനം വേണമല്ലോ. ഇതിന്റെ അവസാനം ഏതാന്നേ ദൈവത്തിനെ അറിയൂ. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? പ്രശ്നം സിസ്റ്റർ പവിത്ര. സിസ്റ്റർ പവിത്രയോ? ആ, ശൂന്യതയിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണല്ലോ ഈ സിസ്റ്റർ പവിത്ര. അവരിപ്പോ ജീവൻ വെച്ചേ ദേ അവിടെ വന്നിട്ടുണ്ട്. തന്റെ ജീവൻ തിരിച്ചു നൽകിയതേ അവരാണെന്ന് തെറ്റിദ്ധരിച്ച സാർ അവരോട് സംസാരിക്കുന്നത്. എന്തൊക്കെയാ മോനെ ഞാൻ ഈ കേൾക്കുന്നത്? അമ്മ വരുന്നുണ്ടെന്നറിഞ്ഞ് അംബിക വെച്ച അടുത്ത വേലയായി ഇത്. അവരൊരു പുതിയ പവിത്ര ഇറക്കി നമുക്കിട്ട് അടുത്ത പണിയും തന്നു. ആ അംബികാവർമ്മയുടെ ദുർമരണത്തിലെ ഈ ഗെയിം അവസാനിക്കുമേ.
എന്തായാലും ഞാൻ പ്രതാപേന്റെ മുന്നിലേക്ക് ചെല്ലാൻ പോവാ. അമ്മേ ഇപ്പൊ അമ്മ പോരുത്. ഋതുമോക്കത് പ്രശ്നമാവും. ഞാൻ ഋതു എന്നേക്കായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാൻ പറയുന്നത് അമ്മ ഇപ്പൊ കേക്ക്. ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. അമ്മ ചെല്ലേ. എല്ലാരോടും കൂടിയാ. രാജു, ഋതുമോളെ, ഞാൻ ഇറങ്ങുവാ കേട്ടോ. അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ കാണിച്ച ആ സ്നേഹമൊന്നും രണ്ടുപേരും ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ. അത് വളരെ മോശമായിപ്പോയി. എന്നാ ഞാൻ ഇറങ്ങാം. പോട്ടെ. നിങ്ങൾ എന്താ വളരെ ഇൻഡിഫറന്റ് ആയിട്ട് അവരോട് പെരുമാറിയത്? അവരെ കുറിച്ച് പറയുമ്പോ ഹൃദയക്ക് 100 നാവായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? വലിയ മനസ്സുള്ളവളായിരുന്നല്ലോ. മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് മറന്നുപോയോ?